ഹലോ ഗായ്സ്, വീണ്ടും കാർത്തിക ആൻഡ് കീർത്തന വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസം ഞങ്ങൾ വീഡിയോസ് എടുക്കലില്ല. അതെന്താ പറയുക, ഫോണ് ഭയങ്കര റിപ്പയറാണ്. ആകെ ഒരു ഫോണാണ്. ആ ഫോണിലാണ് ഞങ്ങൾ ഇത്രയും വീഡിയോസ് എല്ലാം എടുത്തിരുന്നത്. പക്ഷെ ഇത്രയും വീഡിയോസ് എടുക്കാൻ ഞങ്ങൾ അയൽവക്കത്തെ ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഫോണ് വായ്പ വാങ്ങിയിട്ടാണ് ഇത്രയും ദിവസം ഞങ്ങൾ വീഡിയോസ് എടുത്തിരുന്നത്. അപ്പോൾ അതിനാൽ എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയി. ആകെ ഒരു ഫോണില്ലതിനാൽ അത് കംപ്ലൈൻ്റ് ആയി. പിന്നെ വീഡിയോസ് എടുക്കാൻ പോകില്ല. അതിനാൽ സബ്സ്ക്രൈബൊക്കെ കുറഞ്ഞു. ജനങ്ങളൊക്കെ വ്യൂവേഴ്സൊക്കെ ഞങ്ങൾ മറന്നു. മറക്കരുത്, എന്തെന്ന് വെച്ചാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ പറയാൻ, എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? എൻ്റെ മക്കളോട് ഓരോ കാര്യം പറയുമ്പോൾ എൻ്റെ മക്കൾ പറയാൻ കാരണം അമ്മക്ക് എന്താ ഇഷ്ടം, അമ്മക്ക് എന്താണെന്ന് വെച്ചാൽ ഇതാക്കിക്കോളി. അതെ, അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക, എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് മക്കൾ. എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് എല്ലാവരും പറയുന്ന പോലെ ഞാനും പറയട്ടെ, എനിക്കൊരു വീട് വേണം. സ്വന്തമായിട്ടൊരു വീടില്ല, വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലെ വേദന നമുക്ക് പറയാനിരിക്കാനും ഇന്ന് എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കില്ല. കല്യാണത്തിൻ്റെ മുന്നേയും കല്യാണം കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിലെ വിഷമം ഞാൻ തുറന്ന് പറഞ്ഞിരുന്നത് എൻ്റെ അച്ഛനോട്. അച്ഛൻ മരിച്ചിട്ട് 5-6 വർഷമായി. പിന്നെ അമ്മയാണ് ഉള്ളത്. എൻ്റെ മക്കൾ ചോദിച്ചു അമ്മക്ക് എന്താ ആഗ്രഹമുള്ളത്. അതാ ഞാൻ വീണ്ടും പറയുന്നത്, എനിക്ക് സ്വന്തമായിട്ടൊരു വീട്. ഇപ്പം ഇന്നലെ ഞാൻ മരിച്ചാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 4 പേരാ. എനിക്ക് 2 പെൺകുട്ടികളും എൻ്റെ ഹസ്ബൻഡ് തമിഴ്നാട്ടിൽ തന്നെയാണ്. ഞങ്ങൾക്ക് 4 ആൾക്ക് എന്തെങ്കിലും വന്നാൽ മറവ് ചെയ്യണമെങ്കിൽ 1 സെൻറ്റ് ഭൂമി ഇവിടെ ഞങ്ങൾക്കില്ല. അത്രയും ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫോണ് ശരിയായി, അതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനി ആരുടെയും ഒരു ഫോണ് വായ്പ വാങ്ങിയിട്ടാണ് എനിക്ക് വീഡിയോസ് എടുക്കണമെങ്കിൽ അപ്പോൾ നിങ്ങളെല്ലാവരും വീണ്ടും ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇതാക്കുന്ന വീഡിയോസ് ആണെങ്കിലും മക്കളെ അവതരിപ്പിക്കുന്നതാണെങ്കിലും എല്ലാവരും കമൻ്റ് ഇരുന്നാൽ അതും നിങ്ങൾ ഇതാക്കിക്കൊള്ളി. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഇതാക്കണം. സബ്സ്ക്രൈബ് വേണം ഞങ്ങൾക്ക്. അത് ഞാൻ വീണ്ടും പറയാം. പിന്നെന്താ പറയുക, എനിക്ക് എൻ്റെ മക്കളോടും ഞാൻ അതാ പറയണത്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ കാര്യം ആലോചിച്ച് എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാനത് പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ എല്ലാ വിഷമവും എനിക്ക് തുറന്ന് പറയണം എൻ്റെ അച്ഛനോടാണ്. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ഒരു 2 വരി പാട്ട് ഞാൻ പാടും എൻ്റെ അച്ഛന് വേണ്ടിയിട്ട്. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ എൻ്റെ അച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ എൻ്റെ അച്ഛനെയാണ് എനിക്കിഷ്ടം. കല്ലെടുത്തുമ്പിയെ പോലെ എന്നുരുകുമൻ അറിയാത്ത നോവിലും അച്ഛൻ. പുഞ്ചിരി തൂകുമെൻ്റെ അച്ഛൻ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെൻ്റെ അച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ എൻ്റെ അച്ഛനെയാണ് എനിക്കിഷ്ടം. അത് ഞാൻ പാടി എല്ലാവരും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് എൻ്റെ അച്ഛന് അടിക്കടി എനിക്ക് ഓർമ്മ വരും. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ടുള്ള പാട്ടാണ്. കഴിഞ്ഞു പോയതും നമ്മൾ ഒരിക്കലും നമുക്ക് വസതി, അതായത് പണം, സ്വത്ത്, സുഖം എല്ലാം വന്നാലും നമ്മൾ കഴിഞ്ഞു പോയത് നമ്മൾ മറക്കാൻ പറ്റില്ല. ഞാൻ ഇന്നേ വരെ ഇത്രയും 40-45 വയസ്സിലും കഴിഞ്ഞു പോയ ഒരു കാര്യം ഞാൻ മറക്കില്ല. എനിക്ക് എന്നും എൻ്റെ മനസ്സിനുള്ളിൽ എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ട എൻ്റെ കൂടെപ്പറപ്പുകൾ എല്ലാവരും എനിക്ക് വേണമെന്ന് എനിക്ക് ആശ. ഒരുപാട് നൊമ്പരങ്ങൾ എൻ്റെ മനസ്സിനുള്ളുണ്ട്. അതിലൊരു നൊമ്പരം ഒന്നാണ് എനിക്കൊരു വീടില്ലാത്തൊരു പ്രശ്നം. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഇത് കള്ളത്തരത്തിലുള്ളൊരു കരച്ചിലല്ല, എനിക്കെൻ്റെ മനസ്സിലെ വേദന കൊണ്ട് പറഞ്ഞു പോയതാണ്. വീണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് കാണുക. ഇനി ഞാൻ ആരെങ്കിലും ഫോണ് അടിച്ചാൽ ഇതുപോലെ ഞാൻ വീഡിയോസ് വിടും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നിടാതെ.